ഗുണകരമായ വർഷമാണ് ഈ വിഷു വർഷം ചിത്രയെ സംബന്ധിച്ച്. നിങ്ങൾക്ക് ഈശ്വരാധീനം വർദ്ധിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണകരമായ സന്തോഷകരമായ ഒരു ജീവിതത്തിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കടക്കുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും. മനസ്സിനിണങ്ങുന്ന ഒരു ജോലി ലഭിക്കുന്ന ഒരു കാലയളവാണ് ഈ വിഷു വർഷ കാലത്തിൽ. നല്ല ആത്മബന്ധങ്ങൾ, നല്ല പ്രണയങ്ങൾ ഉടലെടുക്കുന്ന വർഷമായിരിക്കും. നമസ്കാരം. അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ അമൽ സനാതനം. നമ്മൾ 27 നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികളുടെ 2026 വിഷു വർഷക്കാലത്തെ ഫലങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് അത്തം നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷു വർഷം എപ്രകാരമായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഇന്നത്തെ അധ്യായത്തിൽ ചിത്ര നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വർഷം എപ്രകാരമാണ്, ഈ വിഷുക്കാലം, ഈ വിഷു വർഷം എപ്രകാരമാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുവാനായിട്ട് പോകുന്നത്. ചിത്ര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് പുതിയ ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകുന്ന ഒരു കാലയളവാണ്. പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പുരോഗതി ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും ഈ വിഷു വർഷം എന്ന് പറയുന്നത്. കുടുംബാംഗങ്ങൾക്ക്, കുടുംബത്തിൽപ്പെട്ട ആർക്കെങ്കിലുമൊക്കെ രോഗങ്ങൾ വരുവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കോ രോഗങ്ങൾ വരുന്നു എന്നുണ്ടെങ്കിൽ അതിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുമ്പോട്ട് പോകുക. കച്ചവടത്തിൽ ആദ്യത്തെ 6 മാസം നിലവിൽ എന്തെങ്കിലുമൊക്കെ കച്ചവടം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൽ ആദ്യത്തെ 6 മാസം കുറച്ച് സാമ്പത്തിക പ്രതിസന്ധി നേരിടേണ്ടി വരും. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുന്ന ഒരു വർഷമാണ്. അതുപോലെ പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലിക്ക് സാധ്യതയുള്ള ഒരു കാലയളവാണ്. നല്ല ആത്മബന്ധങ്ങൾ പുതുതായി ഉടലെടുക്കുന്ന ഒരു വർഷമായിരിക്കും. അതുപോലെ തന്നെ കാർഷിക സംബന്ധമായിട്ടോ ഭൂമി സംബന്ധമായിട്ടോ ഉള്ള കാര്യങ്ങളിലൂടെ ലാഭം കൊയ്യാൻ സാധിക്കുന്ന ഒരു കാലയളവ് കൂടിയാണ് ചിത്തിരയ്ക്ക്. വിദ്യാഭ്യാസപരമായി വിദ്യാർത്ഥികളായിട്ടുള്ള ചിത്ര നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷു വർഷക്കാലം വളരെ ഗുണകരമായിട്ടുള്ള വർഷമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പഠിക്കുവാനും അതിലൂടെ നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു ജീവിതത്തിലേക്ക് എത്തിപ്പെടുവാനും നിങ്ങൾക്ക് നല്ല ഗുരുക്കന്മാരെ കിട്ടുവാനും നല്ല സുഹൃത്തുക്കളെ കിട്ടുവാനും ഒക്കെ സാധിക്കുന്ന ഒരു കാലയളവാണ് ഈ വിഷു വർഷക്കാലം എന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു കോഴ്സൊക്കെ നിങ്ങൾ തിരഞ്ഞെടുത്ത് വയ്ക്കുക. ചിത്രയ്ക്ക് പലപ്പോഴും ചില കാര്യങ്ങളിൽ ഇവർ ഈ തിരഞ്ഞെടുക്കുന്നത്, ചില കാര്യങ്ങളെ അവരാശ്രയിക്കുന്നത് ചിലപ്പോഴൊക്കെ തെറ്റായി പോകാറുണ്ട്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ കാര്യത്തിൽ നമ്മുടെ മനസ്സിന് ഇണങ്ങുന്ന, നമുക്ക് എന്താ പറയുക, ഒരു കോൺഫിഡൻസ് നമുക്കുള്ള ഒരു കോഴ്സ് തന്നെ നമ്മൾ എടുത്ത് പഠിക്കുക. അതാണ് ഏറ്റവും മനോഹരമായ പഠനം എന്ന് പറയുന്നത്. അങ്ങനെ പഠിച്ചു മുമ്പോട്ട് പോകുമ്പോൾ ആ വിഷയത്തിൽ നമുക്ക് ദീർഘമായ ഉയർച്ച നേടുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും. കുടുംബപരമായി ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കുടുംബത്തിൽ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, രോഗങ്ങൾ, കുടുംബാംഗങ്ങൾക്കിടയിൽ അതുപോലെ തർക്കങ്ങൾ. പക്ഷേ ആദ്യത്തെ ഒരു 6 മാസത്തെ ബുദ്ധിമുട്ട്, 6 മാസങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ഈശ്വരാധീനം വർദ്ധിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ നിന്നൊക്കെ മാറി ഗുണകരമായ സന്തോഷകരമായ ഒരു ജീവിതത്തിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കടക്കുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും. കുടുംബത്തോടൊപ്പം പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്ര ദർശനങ്ങൾക്കും ആരാധനാലയ സന്ദർശനങ്ങൾക്കും ഒക്കെ ഈ ഒരു വിഷുവർഷ കാലഘട്ടത്തിൽ സാധ്യത ഉണ്ട്. തൊഴിൽപരമായി നിങ്ങൾ തൊഴിൽ അന്വേഷകരാണെന്നുണ്ടെങ്കിൽ നല്ല തൊഴിൽ ലഭിക്കുന്ന, മനസ്സിനിണങ്ങുന്ന ഒരു ജോലി ലഭിക്കുന്ന ഒരു കാലയളവാണ്. അതിലൂടെ നിങ്ങൾക്ക് കുറേയൊക്കെ നിങ്ങളുടെ മനസ്സിനെ സന്തോഷകരമായി നിലനിർത്തുവാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും. അതുപോലെ നിലവിൽ തൊഴിൽ അനുഷ്ഠിക്കുന്ന എന്ത് തൊഴിലായിരുന്നാലും അതിൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് ഒരു മാനസിക സംഘർഷങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് മാറുവാൻ സാധിക്കും. ഒരു ആത്മധൈര്യം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു കാലയളവാണ് ഈ വിഷു വർഷക്കാലം എന്ന് പറയുന്നത്. വിവാഹ സംബന്ധമായിട്ട് വിവാഹത്തിന് ഗുണകരമായ വർഷമാണ് ഈ വിഷു വർഷം ചിത്രയെ സംബന്ധിച്ച്. ആൺകുട്ടിയായിരുന്നാലും പെൺകുട്ടിയായിരുന്നാലും ഗുണകരമായ ഒരു വർഷമാണ്. അതുപോലെ പ്രണയ സംബന്ധമായിട്ട് പ്രണയത്തിൽ പരാജയങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഏറ്റുവാങ്ങുന്നവരാണ് ചിത്ര നക്ഷത്ര ജാതരായിട്ടുള്ളവർ. പക്ഷേ ഈ വിഷു വർഷ കാലത്തിൽ നല്ല ആത്മബന്ധങ്ങൾ, നല്ല പ്രണയങ്ങൾ ഉടലെടുക്കുന്ന വർഷമായിരിക്കും ഈ വിഷു വർഷക്കാലം എന്ന് പറയുന്നത്. അതുപോലെ വിദേശയാത്രാ സംബന്ധമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള
കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് പറ്റിയ സമയമാണ്. നല്ല ജോലി അതുമല്ലെന്നുണ്ടെങ്കിൽ നല്ല ഒരു സ്ഥലത്തേക്ക്, ഇപ്പം നമ്മൾ വിദേശ രാജ്യം നോക്കുന്ന സമയത്ത് ചില രാജ്യങ്ങളിൽ നമുക്ക് പോകുമ്പോൾ ഒരു തൃപ്തി ഉണ്ടാവില്ല. പക്ഷേ ചില രാജ്യങ്ങളെ മാത്രം ഫോക്കസ് ചെയ്തായിരിക്കും നമ്മൾ വിദേശയാത്രയൊക്കെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഇടങ്ങളിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പോകുവാൻ സാധിക്കുന്ന, അവിടെ നിങ്ങളുടെ തൊഴിൽ മികച്ചതാക്കി എടുക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതായിരിക്കും. വ്യാവസായികപരമായി അത് ഞാൻ പറഞ്ഞതാണ്, പുതിയ ബിസിനസ്സിൽ പുതുതായിട്ട് എന്തെങ്കിലും തുടങ്ങുന്നവർക്ക് നല്ല പുരോഗതി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഈ വിഷു വർഷം എന്ന് പറയുന്നത്. നല്ല പുരോഗതി ഉണ്ടാകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുകിട ബിസിനസ്സുകളായിരുന്നാലും വൻകിട ബിസിനസ്സുകളായിരുന്നാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു വരുമാനം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. നിലവിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കായിരുന്നാലും നിങ്ങളുടെ ഒരു ബിസിനസ്സിൻ്റെ ഒരു ഫിനാൻഷ്യൽ ഗ്രാഫ് കുറച്ച് നാളുകളായിട്ട് ഒന്ന് താഴ്ന്നായിരിക്കും കിടക്കുന്നത്. അതിനൊരു ഉയർച്ച ഉണ്ടാകുന്നൊരു വർഷം കൂടിയായിരിക്കും ഈ വിഷു വർഷം എന്ന് പറയുന്നത്. ആരോഗ്യപരമായി ചിത്ര നക്ഷത്ര ജാതരായിട്ടുള്ളവർക്ക് ആരോഗ്യപരമായി പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീജനങ്ങൾക്ക് അസ്ഥി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ അതുമല്ലെന്നുണ്ടെങ്കിൽ ശിരസ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ ഉദര സംബന്ധം വയറ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ പുലർത്തി വേണം നിങ്ങൾ മുമ്പോട്ട് പോകുവാനായിട്ട്. പുരുഷന്മാരായിട്ടുള്ള ചിത്ര നക്ഷത്ര ജാതരായിട്ടുള്ളവർക്ക് കൈകാൽ കിഴപ്പോ അതുമല്ലെന്നുണ്ടെങ്കിൽ നെഞ്ചിൻ്റെ വലതു ഭാഗങ്ങളിലോ നെഞ്ചിൻ്റെ തൊട്ട് താഴെയായിട്ടുള്ള ഭാഗങ്ങളിലോ വേദനയൊക്കെ അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് നിങ്ങൾ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാകണം. അതിന് വേണ്ട ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും, അതൊക്കെ പെട്ടെന്ന് അങ്ങ് ക്ലിയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടൊരു ബുദ്ധിമുട്ട് വരാതെ മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. ദോഷപരിഹാരാർത്ഥം ചിത്ര നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. 1, ശാസ്താവിനെ നന്നായി ഭജിക്കുക. ശാസ്താവ് വിഷ്ണുമായ തുടങ്ങിയ മൂർത്തികളെ നിങ്ങൾ നന്നായി ഭജിക്കുക. ശാസ്താവ് വിഷ്ണുമായ അതുപോലെ വേട്ടയ്ക്കൊരു മകൻ തുടങ്ങിയ മൂർത്തികളെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ശാസ്താവ് ധർമ്മശാസ്താവിൻ്റെ ഈ മേൽത്തട്ടിൽ മലയ്ക്ക് മുകൾ ഭാഗങ്ങളിൽ ഇരിക്കുന്ന ശാസ്താക്ഷേത്രങ്ങളുണ്ടാകും. കൂടുതലും അങ്ങനെയാണ് ശാസ്താക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാകുക. അങ്ങനെയുള്ള ശാസ്താക്ഷേത്രങ്ങളെ നിങ്ങൾ ദർശനം നടത്തി നല്ല രീതിയിൽ ഭഗവാനോട് കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് നീരാജനം സമർപ്പിച്ച് ആ ക്ഷേത്രത്തിൽ അല്പസമയം നിങ്ങൾ ചിലവഴിച്ച് ഭഗവാന് ഒരു മാലയെങ്കിലും നിങ്ങളുടെ കൈകൊണ്ട് കെട്ടിക്കൊടുത്ത്, പുഷ്പങ്ങൾ കൊണ്ടുള്ളൊരു മാലയെങ്കിലും കെട്ടിക്കൊടുത്ത് ഒരു ഭസ്മം ഭഗവാന് സമർപ്പിക്കുകയോ ഭഗവാന് ഭസ്മാഭിഷേകം നടത്തുകയോ ചെയ്യുന്നത് വളരെ ഗുണകരമായിരിക്കും. പറ്റുന്ന ശനിയാഴ്ചകളിലൊക്കെ ശാസ്താവിനെ ധ്യാനിച്ച് നിങ്ങൾ വ്രതമനുഷ്ഠിക്കുന്നത് ചിത്ര നക്ഷത്ര ജാതരായിട്ടുള്ള ആൺകുട്ടികൾക്കായിരുന്നാലും പെൺകുട്ടികൾക്കായിരുന്നാലും ഈ വിഷുവർഷക്കാലത്തിൽ വളരെ ഗുണകരമായിരിക്കും. അതുപോലെ മഹാവിഷ്ണുവിനെ, ശ്രീകൃഷ്ണസ്വാമിയെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ അവതാരമൂർത്തികളെ നന്നായി പ്രാർത്ഥിക്കുന്നത് വളരെ ശ്രേഷ്ഠകരമായിരിക്കും. നിങ്ങൾ ഭഗവാനെ കാണുവാനായിട്ട് പോകുമ്പോൾ ഭഗവാന് നിങ്ങളായി കൊടുക്കുന്ന എന്തെങ്കിലും ഒരു പിടി പൂവായിരുന്നാലും മതി, അത് കൂടെ കയ്യിൽ വച്ച് വേണം നിങ്ങൾ കൊണ്ടുപോകാൻ. തുളസിഹാരമോ ഒക്കെ കൊണ്ട് ഭഗവാന് കൊടുത്ത് ഭഗവാനോട് നല്ലവണ്ണം പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോവുക. അതുപോലെ ദേവീ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുമ്പോൾ ചുവന്ന പുഷ്പങ്ങൾ നിങ്ങൾ കയ്യിൽ കൊണ്ട് 108 പുഷ്പങ്ങൾ, ചുവന്ന പുഷ്പങ്ങൾ കയ്യിൽ കൊണ്ട് ഭഗവതിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും പൊങ്കാല പോലുള്ള നേദ്യങ്ങൾ ഇടുന്നതുമൊക്കെ വളരെ ഗുണകരമായിരിക്കും. പല ബുദ്ധിമുട്ടുകളിൽ നിന്നും നിങ്ങൾക്ക് കരകയറുവാൻ അത് ഉപകാരപ്പെടുമെന്നുകൂടി സൂചിപ്പിക്കുന്നു. പൊതുവെ ചിത്ര നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഉയർന്നു വരാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് ഈ വിഷു വർഷം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളും കാര്യങ്ങളും നിങ്ങൾ അനുഷ്ഠിച്ച് മുമ്പോട്ട് പോവുക. സർവേശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ചിത്ര നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷു വർഷക്കാലത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ ഈ അധ്യായം പൂർത്തിയാകുന്നു. എന്നെ ശ്രമിച്ച എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ച് നിർത്തുന്നു. നമസ്കാരം.